നമസ്കാരം. പ്രവാസികളുടെ പെൻഷൻ മുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ശ്രീ സലീം പള്ളിവിളിയുടെ വിശദീകരണം കേട്ടു. പ്രവാസി ബോർഡിനെ സംരക്ഷിക്കേണ്ടത് സർക്കാരാണ്. കഴിഞ്ഞ സർക്കാർ പ്രവാസികൾക്കായി 200 കോടി രൂപ ബഡ്ജറ്റിൽ മാറ്റിയിരുത്തി. പുതിയ സർക്കാർ അതേസമയം പ്രവാസികളെ അവഗണിച്ചു. ബഡ്ജറ്റിൽ ഒന്നും നീക്കിയിരിപ്പ് വച്ചിട്ടില്ലായിരുന്നു. പെൻഷൻ കിട്ടിയില്ല എന്നുള്ള യാഥാർത്ഥ്യം പറയുമ്പോൾ അത് സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഒരിക്കലും ആരും പ്രവാസികളെ സർക്കാരിന് കുറ്റപ്പെടുത്തിയിട്ടില്ല. പ്രവാസികൾ എല്ലാത്തരം പാർട്ടികളിലും ഉള്ളവരാണ്. ഒരു പ്രവാസി പെൻഷൻ വാങ്ങുന്നത് രാഷ്ട്രീയം നോക്കിയല്ല, അവനടയ്ക്കുന്ന അംശാദായം നോക്കിയിട്ട് മാത്രമാണ്. കൃത്യമായ അംശാദായം അടച്ചവർക്ക് പെൻഷന് അർഹരാകുന്നു. ക്ഷേമനിധി ബോർഡിൽ എത്തുന്നവരോട് മാന്യമായി പെരുമാറാൻ പോലും അവിടുത്തെ ഉദ്യോഗസ്ഥർ ശ്രമിക്കാറില്ല. അതുകൊണ്ട് കൃത്യമായി പറയുകയാണെങ്കിൽ പ്രവാസികളായിട്ടുള്ള ഉദ്യോഗാർത്ഥികളെ നിയമനം ഉറപ്പുവരുത്തണം. പ്രവാസികളുടെ മക്കളോ വിദ്യാസമ്പന്നരായ പ്രവാസികൾ മടങ്ങി വന്നിട്ടുള്ളവരോ അങ്ങനെയുള്ളവരെ പ്രവാസി ബോർഡിലേക്ക് നിയമനം കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. എല്ലാ സർക്കാരുകളും 2 വർഷം ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് ആജീവനാന്ത പെൻഷൻ കൊടുക്കുന്നു. മന്ത്രിമാർ മറ്റ് സർക്കാർ ഇതര തലങ്ങളിലുള്ളവർക്കും 2ഉം 3ഉം പെൻഷൻ കൊടുക്കുന്നു. അതിനൊന്നും യാതൊരു മുടക്കവും വന്നിട്ടില്ല. പ്രവാസികൾ അംശാദായമായി അടയ്ക്കുന്ന തുകയിൽ നിന്നും ഉള്ള പെൻഷൻ മുടങ്ങിയപ്പോൾ ആവശ്യപ്പെടുന്നത് സ്വാഭാവികം. അത് സർക്കാരിൻ്റെ മുഖം നോക്കിയല്ല, അതെല്ലാവരും മനസ്സിലാക്കണം. ഒരിക്കലും പുതിയ സർക്കാരാണ് ഇത് ചെയ്തത് എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഒരു പ്രവാസികളും പറഞ്ഞതായിട്ട് ഞങ്ങൾക്കറിയില്ല. അതുകൊണ്ട് എത്രയും വേഗം തന്നെ പ്രവാസികളുടെ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് അതിൻ്റെ തുക കണ്ടെത്തുക. നമ്മുടെ ബഹുമാനപ്പെട്ട മരണപ്പെട്ടുപോയ സലീം കുമാർ അവർക്ക് വേണ്ടി കോടികൾ നിങ്ങൾ ബഡ്ജറ്റ് മാറ്റിയിരുത്തിയപ്പോൾ എന്തുകൊണ്ട് അതേ പേരിൽ തന്നെ അവശത അനുഭവിക്കുന്നവർക്ക് ആ തുക വിഹിതം വെച്ച് തീരുമാനമെടുക്കുന്നതിനൊരു തീരുമാനം നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല? അപ്പോൾ അതുകൊണ്ട് പ്രവാസികൾ പ്രതികരിക്കുന്നത് അവർക്ക് ആകെ അവസാന ജീവിത കാലഘട്ടത്തിൽ കിട്ടുന്ന ഈ ഒരു തുക കൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കാൻ വേണ്ടി മാത്രമാണ്. ഒരിക്കലും ഈ തുക വാങ്ങി ബാങ്കിൽ നിക്ഷേപിക്കുന്നതിനോ മറ്റ് ഇതര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതല്ല, അവരുടെ അന്നം മുടങ്ങാതിരിക്കുന്നതിന് വേണ്ടി മാത്രമാണ്. അതിന് എത്രയും വേഗം തന്നെ ഈ ഗവൺമെൻറ് പുതിയ നടപടി സ്വീകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഇത് എല്ലാ പ്രവാസികൾക്കും വേണ്ടി. ഞാനും ഒരു പ്രവാസിയാണ്. തിരുവനന്തപുരം പ്രവാസി അസോസിയേഷൻ്റെ ഒരു പ്രവർത്തകനാണ്. പലതരം പ്രവാസി സംഘടനകളുടെ അംഗമാണ്. ഇനി 1 വർഷം കഴിഞ്ഞാൽ ഞാനും പെൻഷൻ വാങ്ങേണ്ട ആളാണ്. അതുകൊണ്ട് സർക്കാരിനല്ല വിമർശിക്കുന്നത്. ഈ പെൻഷൻ മുടങ്ങി അത് തിരികെ കിട്ടണം, ഉടനെ കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രവാസി സംഘടനകൾ, നിരവധി പ്രവാസി സംഘടനകൾ ഇതിനുവേണ്ടി നിവേദനങ്ങൾ സമർപ്പിക്കുകയും സമര നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനെല്ലാം കാറ്റിൽ പറത്താതെ എത്രയും വേഗം തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കി തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.